ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. തമിഴ്നാട്ടിലെ ഫേമസ് ബിരിയാണി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പേര് കേൾക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ആദ്യം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ മീഡിയം സൈസ് പീസസാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചോളും. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മസാല പൗഡർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട് 2 ചെറിയ പീസ്, കറുവാപ്പട്ട 4 പീസ്, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു 7 8, പിന്നെ തക്കോലം 1 പീസ്, കുറച്ച് കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാലപ്പൊടിക്ക് നല്ല മണമാണ്. ഓക്കെ, ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജീരകശാല അരി ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കാര്യം കൂടെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ്. ഇത്രയും ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം മല്ലിയില ഒരു 2 പിടി എടുത്തിട്ടുണ്ട്, 1 പിടി പുതിന ഇല എടുത്തിട്ടുണ്ട്, മിൻറ്റ് ലീവ്സ്, പിന്നെ പച്ചമുളക് 5 എണ്ണം, 2 പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 15 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി 1/4 കിലോയും കുറച്ചുകൂടെ ഏകദേശം ഒരു 300-350 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചെറിയ തരിയോട് കൂടിയാണ് അരച്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മൂത്ത ഒരു മണം വരും.
ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ആ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പൗഡറാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെയും ഈ മസാലയുടെയും ഒക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം ഇതുപോലെ ചിക്കനിലൊക്കെ ഈ ഒരു മസാല ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട, തുറന്നു വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 1/2 കിലോ അരിയാണല്ലോ എടുത്ത് വെച്ചിട്ടുള്ളത്, അതായത് 2.5 കപ്പ് അരി. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 2.5 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3.25 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ചതിൽ നിന്നും 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 2.25 കപ്പ് വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ജീരകശാല അരി ആയതുകൊണ്ടാണ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് തുറന്നു വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലെ അരിയൊക്കെ ഒന്ന് മുകളിൽ കാണുന്ന ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെടുക്കുന്ന അരിയുടെ ബ്രാൻഡ് അനുസരിച്ച് ഈ കുക്കിംഗ് ടൈമിന് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. അരിയൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ 12 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടിങ്കിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.